ഞാനിന്ന് വന്നിരിക്കുന്ന വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികളുടെ ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതും അതുപോലെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതും ഷുഗർകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു റെസിപ്പിയായത്. നമ്മളിത് കുഴയ്ക്കുകയോ പരത്തുകയോ അങ്ങനെ ഒന്നും വേണ്ട, വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മിക്സിയിലൊരു കറക്ക് മാത്രം മതി നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡിയാക്കിയെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അതുപോലെ തന്നെ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. മിക്സിയിൽ അരച്ചെടുത്ത് ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ ഈസി ഹെൽത്തിയുമായിട്ട് റെസിപ്പിയായിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് 250 ഗ്രാം മെഷറിംഗ് കപ്പിൽ ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷായത്. ഓട്സൊക്കെ എല്ലാ അസുഖക്കാർക്കും പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഷുഗറുകാർക്കും അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ആഹാരമായത്. നമ്മൾ എണ്ണയൊന്നും ഇതിൽ ചേർക്കുന്നുമില്ല, അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് വേഗത്തിൽ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാവേ. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല, കുഴയ്ക്കണ്ട പരത്തണ്ട അങ്ങനെയുള്ള ഒന്നുമില്ല. കോരി ഒഴിച്ച് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവേ. ഇപ്പം ഞാൻ ഈ ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കണം കേട്ടോ, നന്നായിട്ട് മിക്സി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഇത് പൊടിച്ചെടുക്കണം. കാരണം നന്നായി പൊടിച്ചില്ല തരിയായിട്ട് കിടന്നാൽ ഈ ദോശ പൊന്തി വരൂലേ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഒരെണ്ണം മതി കേട്ടോ. കാരണം ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് ഓട്സിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്ക്. ഞാൻ ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. അതും ഇട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരവിയതുമാണ് ചേർക്കുന്നത്. അതും 1 കപ്പ് എടുത്തിട്ടുണ്ട്. കിഴങ്ങ് ഒരെണ്ണം മാത്രമേ മതി, പക്ഷേ തേങ്ങ നമ്മൾ ഈക്വലായിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുവേ. ഇനി നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 2 സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്, അത് കണക്കാക്കി എടുത്തിരിക്കുന്നത്. ഇനി അരിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ സമയത്ത് ഞാൻ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനേ. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ കൂട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കട്ട കിട്ടത്തില്ല, വേഗം അരഞ്ഞു കിട്ടും. അല്ല ചിലപ്പോൾ ജാമായിട്ട് അവിടെ നിൽക്കും കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കലക്കിയ പാകമാകുമ്പോഴത്തേക്ക് അരച്ചതിന് ശേഷം ഓട്സ് ആകുമ്പോഴത്തേക്ക് ഒത്തിരി വെള്ളം വേണം കേട്ടോ. ഇനിയിപ്പം ഒരു തവണ അരച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഈ ഓട്സിൽ ഫൈബർ, മഗ്നീഷ്യം, കാൽസ്യം എല്ലാം നല്ലോണം അടങ്ങിയിട്ടുണ്ട്. ഏത് അസുഖക്കാർക്കും ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ശരീരം ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ അസുഖങ്ങളും കുറയുവേ. ഇനി ഒരു തവണ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരു തവണയും കൂടെ അരച്ചെടുക്കുക. വെള്ളം പോരാ, അപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണേ. ഇങ്ങനെ ലൂസ് ബാറ്ററായിട്ട് വേണം ഇത് അരയ്ക്കാനേ. ഇനി ഒന്നുകൂടി ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ സമയത്ത് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞു പൊയ്ക്കോളും. അതുപോലെ കിഴങ്ങൊക്കെ അരയാതെ കിടക്കുവാണെങ്കിൽ ഇളക്കി കൊടുക്കുമ്പോൾ വേഗം അരഞ്ഞു കിട്ടും. ഇപ്പോൾ നല്ല തിക്കായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇനി റോൾഡ് ഓട്സ് വേണ്ടവർക്ക് അതെടുക്കാം കേട്ടോ. അതിലാണ് വൈറ്റമിനും മിനറൽസും കാൽസ്യവും ഒക്കെ കൂടുതലുള്ളത്. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നല്ല തിക്ക് ബാറ്ററായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതീ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഓട്സും ഒക്കെ നല്ല കൊഴുപ്പുള്ള സാധനമാണ്. അപ്പം വെള്ളം നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ ദോശ ഇടുമ്പോഴത്തേക്ക് നമുക്ക് നൈസായിട്ട് പൊന്തി വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പോരെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പാല് വേണ്ടവർക്ക് പാല് ചേർക്കാം കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഓപ്ഷനില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ മുട്ടയും വേണ്ടവർക്ക് ചേർക്കാം. ഇത് രണ്ടും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാകത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ദോശയുടെ കൂട്ട്. വെള്ളം പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ലൂസായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇരിക്കും തോറും ഇത് കുറുകുകയുള്ളേ. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഓരോ ദോശയായിട്ടിട്ട് ചുട്ടെടുക്കാവേ. തിരിച്ചും മറിച്ച് സാധാരണ നമ്മൾ ദോശ ഇടുന്ന പോലെ ഉണ്ടാക്കി എടുത്തേച്ചാൽ മതി. ഈ സമയത്ത് ഞാൻ ദോശപ്പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ആ നെയ്യ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അടി പിടിക്കാത്ത പാൻ വേണം എടുക്കാൻ. രാവിലെ തിരക്കുള്ള ആൾക്കാർക്കൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാനും അവർക്ക് ടിഫിനായിട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ നല്ലൊരു ദോശയായത്.
ഞാൻ ഓരോ തവി വെച്ചാൽ ഒഴിച്ചു കൊടുക്കുന്നത്, പരത്തുന്നില്ല. എന്നിട്ട് നമുക്കൊരു ലിഡ് കൊണ്ട് മൂടി കൊടുക്കാം. അങ്ങനെ ഓരോ ദോശയും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ കിഴങ്ങിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ കിഴങ്ങ് ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ, പുഴുങ്ങണ്ട, റോ ആയിട്ട് തന്നെ ചേർത്താൽ മതിയേ. ഇനി രണ്ട് സൈഡും മറിച്ചും തിരിച്ചു വിട്ട് കൊടുക്കാം. ഓട്സ് കഴിക്കുന്നത് ശരീരത്തിനൊക്കെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് ഇത് 2 നേരം കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മാറ്റം ഉണ്ടാവുമേ. അതുപോലെ അരിയാഹാരം ഒഴിവാക്കിയിട്ട് വൈകുന്നേരമാണേലും ഒരു ചട്നിയുടെ കൂടെയാണേലും ഇത് കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ നല്ല മാറ്റം വരും. അതുപോലെ ഷുഗറോ കൊളസ്ട്രോളോ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറയും. പക്ഷേ സ്ഥിരം ഇത് ഉപയോഗിക്കണമെന്ന് മാത്രം. എന്നാൽ ഇത് തന്നെ കഴിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി 2 സൈഡും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ദോശയും തിരിച്ചും മറിച്ചു വിട്ട് പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളിച്ചെടുക്കാം. ഇത് നല്ല പൊന്തി വരും കേട്ടോ. ഓട്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് വയറ് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് തോന്നും. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഫൈബർ അടങ്ങിയ സാധനമാണ് ഓട്സ്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനമൊക്കെ നല്ല നടക്കും. പക്ഷേ പല ആൾക്കാർക്കും മടിയാണിത് കഴിക്കുന്നത്. പക്ഷേ ഇത് നല്ല ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ആവും. ആ ടേസ്റ്റിലും ഒരു മാറ്റം വരും കേട്ടോ. ഇനി ബാക്കി ഇരിക്കുന്ന ദോശ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ദോശ. വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ നിന്നോളുവേ. ബാക്കിയുള്ള ദോശയും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അതിൻ്റെ അടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്ന മാവ് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 250 ഗ്രാം മെഷറിംഗ് കപ്പ് എടുക്കുന്ന ഓട്സ് കൊണ്ട് നമുക്ക് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാവേ. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ ഈസി ഹെൽത്തിയുമായിട്ടുള്ള ഇങ്ങനത്തെ ഡിഷൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞ് കഴിക്കും. കാരണം ഇതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര രുചിയോടുകൂടി പിള്ളേരൊക്കെ കഴിച്ചോളും. കാരണം പൊട്ടറ്റോ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനവും കൂടിയാണല്ലോ. നമ്മൾ എണ്ണ ചേർക്കുന്നേ ഇല്ല. നെയ്യ് ചേർത്തിരിക്കുന്നത് ഓപ്ഷനല്ല, വേണ്ടവർക്ക് മാത്രം നെയ്യ് ചേർത്ത് വെച്ചാൽ മതി. രാവിലെ ഉണ്ടാക്കിയ വൈകുന്നേരം വരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ദോശയായത്. കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യത്തിനെടുത്ത് ചൂടാക്കിയാൽ മതി കേട്ടോ. പിന്നെ എന്ത് കറി കൂട്ടിയും കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റും ആയിട്ടുള്ളൊരു ദോശയായത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ദോശയെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഓട്സ് ആണെന്ന് പറയത്തേ ഇല്ല. പിന്നെ നമ്മുടെ ആ തേങ്ങയുടെയൊക്കെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയുക, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.